പ്രാമുഖ്യം ഉണ്ടാവണം. കഴിഞ്ഞ കോർപ്പറേഷനിലൊക്കെ തിരുവനന്തപുരത്ത് അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഈ 19 വിജയിക്കാൻ കാരണം ചെറുപ്പക്കാർക്ക് നല്ല അവസരങ്ങൾ കൊടുത്തു. എന്നാൽ പഴയ ആളുകളും ആവശ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജൻസികളെ സ്വാധീനിക്കുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് കെ മുരളീധരൻ. മുതിർന്ന നേതാക്കളെയും മത്സര രംഗത്ത് ആവശ്യമാണ്. കടകംപള്ളിയുടെ അറസ്റ്റ് വരെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതിഷേധ സമരം നടത്തും. തിരുവനന്തപുരം വിട്ടുകൊടുത്ത് പിണറായി വിജയൻ BJPയുമായി അഡ്ജസ്റ്റ് ഉണ്ടാക്കിയെന്ന് സംശയിക്കുന്നതായും കെ മുരളീധരൻ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. ഹർജിയെ ശക്തമായി എതിർക്കാൻ പ്രോസിക്യൂഷൻ. തന്റെ ഭാഗം കേൾക്കണമെന്നും കക്ഷി ചേർക്കണമെന്നും പരാതിക്കാരി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത് ദ്വാരപാലക ശില്പ കേസിലെ ജാമ്യാപേക്ഷ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. അന്തരിച്ച മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന് വിട നൽകാൻ രാഷ്ട്രീയ കേരളം. സംസ്കാരം രാവിലെ 10 മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദിൽ. അന്ത്യാഞ്ജലി അർപ്പിച്ച രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ. വെനസ്വേലയ്ക്ക് പിന്നാലെ ഗ്രീൻലാൻഡിനെ ലക്ഷ്യമിട്ട അമേരിക്ക. സൈനിക നടപടികൾ ഉൾപ്പെടെ സാധ്യതകൾ ചർച്ചയിലെന്ന് റിപ്പോർട്ട്. നീക്കം ദേശീയ സുരക്ഷയെ മുൻനിർത്തിയെന്ന് വൈറ്റ് ഹൌസ്. നീക്കത്തെ എതിർത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ.